മകളെ, കർണന് കവചകുണ്ടലങ്ങൾ ലഭിച്ചതിൻ്റെയും അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയതിൻ്റെയും കഥകൾ നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം വനവാസത്തിലായിരുന്ന പാണ്ഡവരുടെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഒരു ദിവസം കലശലായ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ യുധിഷ്ഠിരൻ നകുലനെ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നതിനായിട്ട് അയച്ചു. അയാൾ മടങ്ങിയെത്തിയില്ല എന്ന് കണ്ടപ്പോൾ അന്വേഷിക്കുന്നതിന് വേണ്ടി സഹദേവനെ അയച്ചു. സഹദേവനും മടങ്ങി വരാതായപ്പോൾ അർജുനനെയും, അവർ മൂവരും മടങ്ങി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നാലെ ഭീമനെയും അന്വേഷണത്തിനായിട്ട് പറഞ്ഞുവിട്ടു. യുധിഷ്ഠിരന് വളരെ വലിയ ദുഃഖം തോന്നി. തൻ്റെ ആജ്ഞ കേട്ട് പുറപ്പെട്ട അനുജന്മാർ ആരും തിരിച്ചു വന്നില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? ക്രൂരന്മാരായ കാട്ടുമൃഗങ്ങളോ രാക്ഷസരോ അവരെ കൊന്നിട്ടുണ്ടാകുമോ? യുധിഷ്ഠിരന് അങ്ങനെ കുറച്ച് വിശ്വസിക്കാൻ തോന്നിയില്ല. തൻ്റെ അനുജന്മാർ എല്ലാവരും ശക്തരാണ്. ഭീമനും അർജുനനും ആയുധങ്ങളുമായിട്ടാണ് പോയിട്ടുള്ളത്. ആയുധം കയ്യിലുള്ള അവരെ വീഴ്ത്താൻ ആർക്കും കഴിയില്ല. യമധർമ്മനല്ലാതെ മറ്റാർക്കും തൻ്റെ അനുജന്മാരെ വധിക്കാൻ കഴിയില്ലെന്ന് യുധിഷ്ഠിരന് തീർച്ചയുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒടുവിൽ താൻ തന്നെ അവരെ അന്വേഷിച്ചു പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ സമയത്തെ അന്വേഷണത്തിനൊടുവിൽ ആ തടാകം യുധിഷ്ഠിരൻ കണ്ടെത്തി. അവിടെ കണ്ട കാഴ്ച അത്യന്തം ദുഃഖകരമായിരുന്നു. തൻ്റെ അനുജന്മാർ 4 പേരും മരിച്ചു കിടക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? ആരായിരിക്കും ഇത് ചെയ്തത്? ദുര്യോധനനും ശകുനിയും കൂടി തടാകത്തിലെ വെള്ളത്തിൽ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടാകുമോ? പക്ഷേ വിഷബാധയേറ്റാൽ ശരീരത്തിലുണ്ടാകേണ്ട നിറം മാറ്റമൊന്നും ഇവരിൽ കാണുന്നില്ല. ആരെങ്കിലും ഇവരെ ആക്രമിച്ചതാണെങ്കിൽ ശത്രുവിൻ്റെ കാൽപ്പാടുകൾ തടാകത്തിൻ്റെ കരയിൽ കാണേണ്ടതാണ്. അതും കാണുന്നില്ല. ഇവരെ ആരെങ്കിലും ആക്രമിച്ചതാകാൻ വഴിയില്ല. ഒടുവിൽ കുറച്ച് സമയം ധ്യാനത്തിലിരുന്ന് സംഭവങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാമെന്ന് യുധിഷ്ഠിരൻ തീരുമാനിച്ചു. എന്തായാലും ദാഹം തീർത്തിട്ടാകാം എന്ന് കരുതി യുധിഷ്ഠിരൻ തടാകത്തിലെത്തി അതിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും വനത്തിൽ നിന്നും അശരീരി കേട്ടു തുടങ്ങി. യുധിഷ്ഠിര, ഞാനാണ് നിങ്ങളുടെ സഹോദരന്മാരെ വധിച്ചത്. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തന്നില്ലെങ്കിൽ നിങ്ങളും ഇവിടെ മരിച്ചു വീഴും. നിങ്ങൾ അവിവേകം കാട്ടരുത്. ഇതെൻ്റെ നിശ്ചയമാണ്. താങ്കൾ ഉത്തരം നൽകിയിട്ട് വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി യുധിഷ്ഠിരൻ പറഞ്ഞു, ഇതൊരു പക്ഷിയാകാൻ വഴിയില്ല. ആരാണ് താങ്കൾ? ദേവഗണത്തിൽപ്പെട്ട ഏതെങ്കിലും രുദ്രനോ വസുക്കളോ ആണോ? അശരീരി വീണ്ടും കേട്ടു. യുധിഷ്ഠിര, ഞാനൊരു കാട്ടുപക്ഷിയൊന്നുമല്ല, ഒരു രക്ഷനാണ്. ഞാനാണ് നിൻ്റെ ഈ സഹോദരന്മാരെയെല്ലാം വധിച്ചത്. യുധിഷ്ഠിരൻ അശരീരി കേട്ട ഭാഗത്തേക്ക് നീങ്ങി നിന്നു. അപ്പോൾ വൃക്ഷങ്ങൾക്കിടയിലൂടെ വിരൂപനായ ഒരു യക്ഷൻ്റെ രൂപം അദ്ദേഹം കണ്ടു. യക്ഷൻ പറഞ്ഞു, യുധിഷ്ഠിര, താങ്കൾ നീതിമാനാണ്. അതിനാൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ തടാകത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. താങ്കളുടെ സഹോദരന്മാർ ആ നിയമം ലംഘിച്ചു. അതിനാൽ അവരെ എനിക്ക് വധിക്കേണ്ടി വന്നു. താങ്കളും അതിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഫലം മറ്റൊന്നാവില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് നിങ്ങൾ ഈ വെള്ളം കുടിക്കുകയോ കൊണ്ടുപോവുകയോ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, യക്ഷശ്രേഷ്ഠ, താങ്കളുടെ വകയായതൊന്നും അനുവാദമില്ലാതെ ഞാൻ എടുക്കുന്നില്ല. എന്താണ് അങ്ങേക്ക് എന്നോട് ചോദിക്കാനുള്ളത്? എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. യക്ഷൻ ചോദ്യങ്ങൾ ആരംഭിച്ചു. സൂര്യനെ ഉദിപ്പിക്കുന്നതാര്? യുധിഷ്ഠിരൻ പറഞ്ഞു, പരമമായ ബ്രഹ്മം അഥവാ ഈശ്വരൻ. ഇത്തരത്തിൽ ആത്മീയവും ഭൗതികവുമായ 208ഓളം ചോദ്യങ്ങൾ യക്ഷൻ ചോദിച്ചു. അവയ്ക്കെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ യുധിഷ്ഠിരൻ പറഞ്ഞു. ചുരുക്കി പറയേണ്ടവ ചുരുക്കിയും വിശദമാക്കേണ്ടവ വിശദമാക്കിയും തന്നെയായിരുന്നു യുധിഷ്ഠിരൻ്റെ മറുപടികൾ. ഈ പ്രപഞ്ചത്തിൽ ഉൾക്കൊള്ളുന്ന ചരങ്ങളും അചരങ്ങളുമായ എല്ലാ വസ്തുക്കളിലും അടങ്ങുന്ന ഈശ്വരൻ്റെ ചൈതന്യത്തെക്കുറിച്ചും മനുഷ്യ മനസ്സിൻ്റെ ബൗദ്ധിക ഗതിവിഗതികളെക്കുറിച്ചും അവന് സഹജീവികളോടുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതുമുള്ള വിഷയങ്ങളെ അധികരിച്ചായിരുന്നു യക്ഷൻ ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതലും. അതിനെല്ലാം ഉചിതമായ ഉത്തരങ്ങൾ യുധിഷ്ഠിരൻ നൽകി. അവസാനമായി യക്ഷൻ പറഞ്ഞു, രാജാവേ,
ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പാണ്ഡിത്യം മറ്റൊരാൾക്കും ഇല്ല. അവസാനമായി എൻ്റെ ഒരു ചോദ്യത്തിനു കൂടി അങ്ങ് മറുപടി പറയണം. അങ്ങയുടെ 4 സഹോദരന്മാർ ഇവിടെ ജീവനറ്റ് കിടക്കുകയാണ്. അവരിൽ ഒരുവനെ ഞാൻ ജീവിപ്പിക്കാം. അതാരായിരിക്കണമെന്ന് അങ്ങ് തന്നെ നിശ്ചയിക്കൂ. യുധിഷ്ഠിരൻ പറഞ്ഞു, യക്ഷരാജ, മഹാബാഹുവായ നകുലനെ തന്നെ അങ്ങ് ജീവിപ്പിച്ചാലും. യക്ഷൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, അതെന്താ നകുലൻ? 10,000 ആനകൾക്ക് തുല്യമായ ശക്തിയുള്ള ഭീമനെയോ സർവായുധങ്ങളും വശപ്പെടുത്തിയ സവ്യസാചിയായ അർജുനനെയോ വേണ്ടാതെ നകുലനെ തന്നെ വേണമെന്ന് അങ്ങ് തീരുമാനിച്ചതെന്ത്? യക്ഷശ്രേഷ്ഠ, ഞാൻ അധർമ്മത്തെ വരിക്കുന്നവനല്ല. എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ആളാണ്. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. സമദൃഷ്ടിയോടെ സഹജീവികളോട് പെരുമാറുവാനാണ് എനിക്കിഷ്ടം. അങ്ങേക്കറിയുമോ, ഞങ്ങളുടെ പിതാവായ പാണ്ഡു മഹാരാജാവിന് കുന്തിദേവി എന്നും മാതിരിദേവി എന്നും 2 പത്നിമാരായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവ് മരണപ്പെട്ടപ്പോൾ മാതിരി മാതാവ് അദ്ദേഹത്തോടൊപ്പം ജീവത്യാഗം ചെയ്തു. ഞങ്ങളുടെ ഈ മാതാവ് ജീവിച്ചിരിക്കുന്നില്ല. എങ്കിലും അവരുടെ ആത്മാവിന് പോലും ദുഃഖമുണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അങ്ങ് ജീവിപ്പിക്കുന്നുവെങ്കിൽ നകുലനെ തന്നെ ആകട്ടെ. കുന്തി മാതാവിനും അതായിരിക്കും താല്പര്യം. ഇത് കേട്ടപ്പോൾ യക്ഷൻ പറഞ്ഞു, മഹാനായ യുധിഷ്ഠിര, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് നേരെയും അങ്ങ് സമഭാവനയുടെ ആദരവ് കാട്ടുന്നു. അതിനാൽ ഞാൻ എൻ്റെ പിടിവാശി ഉപേക്ഷിക്കുകയാണ്. അങ്ങയുടെ എല്ലാ സഹോദരന്മാരും പൂർവാധികം ശക്തിയോടെ ജീവിക്കുന്നതായിരിക്കും. യുധിഷ്ഠിരൻ യക്ഷനെ വണങ്ങി. യക്ഷൻ ആ വാക്കുകൾ ഉരുവിട്ടപ്പോൾ തന്നെ യുധിഷ്ഠിരൻ്റെ അനുജന്മാരെല്ലാവരും ഉറക്കത്തിൽ നിന്ന പോലെ ഉണർന്ന് എഴുന്നേറ്റ് വന്നു. അത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ യക്ഷനോട് ചോദിച്ചു, ഭഗവാൻ, അങ്ങ് ആരാണ്? ഏതു ദേവനാണ്? അങ്ങൊരു യക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനേകം യോദ്ധാക്കളുമായി ഒരേ സമയം യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണിവർ. എൻ്റെ അനുജന്മാർ ശക്തന്മാരാണ്. ഇവരെ നിസ്സാരമായി തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു പോരാളിയുമില്ല. ആരാലും ആക്രമിക്കപ്പെടാതെ ഇവർ മരിക്കുക. അങ്ങയുടെ വാക്കുകൾ കേട്ട മാത്രമേ തന്നെ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. ഇതൊക്കെ കാണുമ്പോൾ അങ്ങൊരു യക്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. അങ്ങ് ആരാണെന്ന് വ്യക്തമാക്കി തന്നാലും. യക്ഷൻ പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ നിൻ്റെ പിതാവായ യമധർമ്മനാണ്. നിൻ്റെ സത്യം, സമഭാവന, തപസ്, അചഞ്ചലമായ മനോധൈര്യം, വിശാലമായ പാണ്ഡിത്യം എന്നിവയെല്ലാം അനുപമമാണ്. നിൻ്റെ മാത്രം സവിശേഷതകളായ ഈ സ്വഭാവങ്ങളൊന്ന് പരീക്ഷിക്കുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. മകനെ, അതിൽ നീ വിജയിച്ചിരിക്കുന്നു. ഞാൻ നിന്നിൽ പ്രീതിയുള്ളവനാണ്. നിനക്ക് എന്നിൽ നിന്ന് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവൻ, ഞങ്ങൾ 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി 1 വർഷത്തെ അജ്ഞാതവാസമാണ് ബാക്കിയുള്ളത്. അതായിരുന്നു ദുര്യോധനൻ ആവശ്യപ്പെട്ട വ്യവസ്ഥ. ചൂതുകളിയിൽ ഞങ്ങൾ തോറ്റുപോയതിനാൽ ആ വ്യവസ്ഥയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ദേവ, ഞങ്ങളുടെ അജ്ഞാതവാസകാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ ശിക്ഷാകാലം ആവർത്തിക്കും. ഈ അജ്ഞാതവാസകാലത്ത് ഞങ്ങളെ ആരും തിരിച്ചറിയാൻ പാടില്ല. മകനെ, അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾ ഇപ്പോഴുള്ള വേഷത്തിൽ നടന്നാലും ആരും നിങ്ങളെ തിരിച്ചറിയില്ല. ഭഗവൻ, അങ്ങ് എന്ത് വരം തന്നാലും ഞങ്ങളത് സ്വീകരിക്കും. മനുഷ്യ സഹജമായ കാമ, ക്രോധ, ലോഭമോഹങ്ങളെ കീഴടക്കുവാനുള്ള ശക്തി എനിക്കുണ്ടാകണം. യമൻ അനുഗ്രഹമായി പറഞ്ഞു, യുധിഷ്ഠിര, ഈ ഗുണങ്ങളെല്ലാം നിനക്കിപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഇവയെല്ലാം നിൻ്റെ ജീവിതാവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാകും. എല്ലാ പാണ്ഡവരും തൊഴുതു നിൽക്കെ യമധർമ്മരാജാവ് അന്തർധാനം ചെയ്തു. ഇതോടെ മഹാഭാരത കഥയിലെ 3ാമത്തെ പർവ്വമായ വനപർവ്വം അവസാനിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? വനപർവ്വ കഥയിൽ ഉടനീളം പാണ്ഡവർ വനത്തിൽ താമസിക്കുന്ന കാലത്തെ കഥകളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വിരാടപർവം എന്ന 4ാമത്തെ പർവ്വത്തിൽ പറയുന്ന കഥകളാണ്. ആ കഥയിൽ ഉടനീളം പാണ്ഡവർ വിരാടം എന്ന രാജ്യത്തെത്തി അവിടെ അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന കാലത്തെ കഥകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹാഭാരതം എന്ന ഇതിഹാസത്തിന് 18 പർവ്വങ്ങളാണ് ഉള്ളത്. ഈ പർവ്വങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് വനപർവ്വത്തിന്. 1ാം സ്ഥാനം ഇനി വരാനിരിക്കുന്ന ശാന്തിപർവ്വത്തിനാണ് ഉള്ളത്. വനപർവ്വം 11 അധ്യായങ്ങളിലായി
305 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. പാണ്ഡവരുടെ ഈ കാലത്തെ ജീവിതം തീർത്തും വനത്തിൽ തന്നെ ആയിരുന്നു. ഇനി നമുക്ക് പറയേണ്ടത് പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്തെ കഥകളാണ്. ആ ഒരു വർഷത്തെ സംഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അത് വിരാടപർവം എന്ന പർവ്വത്തിലാണ് വിശദീകരിക്കുന്നത്. വിരാടപർവത്തിന് 4 ഉപപർവങ്ങളും 72 അധ്യായങ്ങളും 2590 ശ്ലോകങ്ങളുമാണ് ഉള്ളത്. എങ്കിലും ഇത് മഹാഭാരതത്തിലെ താരതമ്യേന ചെറിയ ഒരു പർവ്വമാണ്. ആ പർവ്വത്തിലെ കഥകൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.